പറഞ്ഞ് മനസ്സിലാക്കാൻ ആവശ്യമായിരിക്കുന്ന നാടകങ്ങൾ, അതുപോലെ സെമിനാറുകൾ, പോസ്റ്റർ പ്രദർശനങ്ങൾ, ജാഥകൾ മുതലായവ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് കൂടാതെ തന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നടത്തി കഴിഞ്ഞു. ഇനി കുറേ സ്ഥലത്തെങ്കിലും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. നമ്മളെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലെല്ലാം തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും. അപ്പോൾ ഈ നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ വിൽക്കുന്നുണ്ടോ, ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് പ്രധാന അധ്യാപകർക്കോ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർക്കോ അല്ലെങ്കിൽ CPOസിനോ വിവരം കൊടുത്താൽ അതിനെ പിടിപ്പിക്കുന്ന കാര്യവും നമ്മൾ ഇവർ വഴി പല സ്ഥലത്തും നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ തൻ്റെ സഹപാഠികൾ ആരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ടീച്ചേഴ്സിനെയോ പാരൻസിനെയോ ഒക്കെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും കൂടി അവരെ വഴിതെറ്റാൻ സാധ്യതയുള്ള സഹപാഠികളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കാനും വേണ്ടി ഈ ബാൻഡ് ബാഡ്നസ് എന്നുള്ള പദ്ധതി കൊണ്ട് നമ്മൾ നടപ്പിലാക്കി വന്നു. അതിൻ്റെയൊക്കെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു SPC കേഡറ്റ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സമൂഹത്തിനും ഒരു മാതൃകയാകണം. സമൂഹത്തിൽ ഒന്നടങ്കം വ്യാപിച്ചിരിക്കുന്ന ദുശീലങ്ങൾക്ക് എതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ബാൻഡ് ബാഡ്നസ് എന്ന പ്രോഗ്രാം. സർ, ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന രീതിയിൽ എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് ലഭിക്കുന്നത്? ആരൊക്കെയാണ് ഈ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്? ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതിക്ക് 4 വിധത്തിലുള്ള 4 ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസാണുള്ളത്. 4 രീതിയാണ്. ഒന്ന് ഔട്ട്ഡോർ ട്രെയിനിങ് പ്രോഗ്രാം. ഔട്ട്ഡോർ ട്രെയിനിങ് പ്രോഗ്രാമിൽ അവരെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഈ ഫിസിക്കൽ എക്സസൈസ്, ശാരീരിക ക്ഷമത വർദ്ധിക്കുന്നതിനാവശ്യമായ നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പരേഡുണ്ട്, പിന്നെ PT എന്ന് പറയുന്ന PT ഉണ്ട്, കരാട്ടെ പോലെയുള്ള ഈ അണ്ണാമ്പിഡ് കോമ്പാക്റ്റുള്ള പരിശീലനം, കരാട്ട കളരി പോലെയുള്ളതിലുണ്ട്. യോഗയുടെ പരിശീലനം നൽകുന്നുണ്ട്, യോഗയുടെയും പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഇതിനെ ഉദ്ദേശിക്കുന്നത് നമ്മളെ കേരളത്തിലെ കേരളത്തിൽ നടത്തിയിരിക്കുന്ന സ്റ്റഡി അനുസരിച്ചിട്ട് പൂർണ്ണമായ ശാരീരക്ഷമതയുള്ള കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവാണെന്നുള്ളത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ട് വളരെ പഴക്കം മുമ്പേ തന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടായിരിക്കുള്ളൂ. ഇന്നത്തെ നമ്മളുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഇന്നൊരു 40 വയസ്സിൻ്റെ മേലിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു 2, 3, 4 കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് അവർ സ്കൂളിലെത്തിയിരുന്നത്. അങ്ങനെ നടന്ന് തിരിച്ചും വരും. തിരിച്ചു വന്നിട്ട് വേറെ കാര്യം, അന്ന് ഈ നമ്മളുടെ വയലുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ പരിസരങ്ങളുണ്ടായിരുന്നു, പലതരം നാടൻ കളികളും ഉണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് വൈകുന്നേരം വരെ കളിച്ചിട്ട് ഉള്ള, അതായത് നല്ല പോലെ എക്സോസ്റ്റ് ആകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ന് തിരിച്ചാണ്. ഇന്ന് പലപ്പോഴും തന്നെ കുട്ടികളെല്ലാം തന്നെ മിക്ക കുട്ടികളും സ്കൂളിൻ്റെ വാതിക്കൽ പോയി ബസ്സിൽ ഇറങ്ങുന്നൊരവസ്ഥ, നടക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള ഇളവും വളരെ കുറവാണ്. എന്നാലോ പണ്ട് കഴിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണമാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാലറിയുടെ അളവെന്ന് പറയുന്നത് പഴയതിനേക്കാൾ കൂടുതലാണ്. ഈ ചില കുട്ടികളൊക്കെ തന്നെ ഒത്തിരി ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ അളവ് വളരെ കൂടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നല്ല ശ്രദ്ധ അനിവാര്യമാണ്. ഈ മാനസികമായിരിക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്ന അതേപോലെ തന്നെ, കാരണം നല്ല ശരീര ആരോഗ്യം ഉണ്ടെങ്കിൽ അതേ മാനസിക ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ നമ്മളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അതുപോലെ തന്നെ അതിലെ പരേഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. പരേഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നുള്ളത്, കുട്ടികളുടെ അച്ചടക്കം ഉണ്ടാക്കുക. എങ്ങനെയാണ് അച്ചടക്കം ഉണ്ടാക്കുക? നമുക്കെല്ലാവരും പറയും, നമ്മൾ ഒരു നല്ല കുട്ടിയായിരിക്കണമെങ്കിൽ അവൻ അച്ചടക്കം ഉണ്ടായിരിക്കണം, നല്ല സമൂഹമാണെങ്കിൽ അവൻ നല്ല അച്ചടക്കം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നല്ല അച്ചടക്കം ഉണ്ടാകും? നല്ല അച്ചടക്കം ഉണ്ടാകുന്ന പരിശീലനങ്ങൾ കൊടുക്കണം. ഇവിടെ നിങ്ങൾ ഇപ്പം കുട്ടികൾ പരേഡ് ചെയ്യുന്നു, കുട്ടികളോട് അറ്റൻഷനിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അറ്റൻഷനിൽ നിൽക്കണമെന്ന് കാലുകൾ പ്രത്യേക രീതിയിൽ അടുപ്പിച്ച് വെച്ച് കൈകൾ വളരെ സ്ട്രേറ്റാക്കി ശ്രദ്ധ പൂർണ്ണമായും നമുക്ക് കിട്ടുന്ന കമാൻഡിൽ മാത്രം നിൽക്കും. ഒരു അറ്റൻഷനിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെല്ലാം ഡിസ്ട്രാക്ഷൻ ഉണ്ടായാലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ശ്രദ്ധ മാറാൻ പാടില്ല. അപ്പോഴെന്താ ഉണ്ടാകുന്നത്? അച്ചടക്കം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ മേലെയും ശരീരത്തിൻ്റെ മേലെയുള്ള പൂർണ്ണമായ നിയന്ത്രണമാണ്. മനസ്സിൻ്റെ മുകളിലും ശരീരത്തിൻ്റെ മുകളിലും. ഇപ്പം നമുക്ക് ഇങ്ങനെ അറ്റൻഷനിൽ നിൽക്കുന്ന സമയത്ത് തോന്നും കൈ ഒന്ന് വലിക്കുന്നു, പക്ഷേ പാടില്ല.
മനസ്സിൻ്റെ മുകളിൽ നമുക്ക് തോന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഈ ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ പറയുന്ന കമാൻഡ് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അറ്റൻഷൻ നിൽക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തെയും പൂർണ്ണമായി നിയന്ത്രിച്ച് നിർത്തുക. അതേപോലെ തന്നെ പരേഡ് ഈ കൂട്ടത്തോടു കൂടിയിട്ട് നമ്മൾ മാർച്ച് ചെയ്യിക്കും കുട്ടികളെ, പിന്നെ അവരെ ക്വിക്ക് മാർച്ചെന്നും സ്ലോ മാർച്ചൊക്കെ ഒന്ന് പഠിപ്പിക്കും. ഈ ക്വിക്ക് മാർച്ചും ലോങ് മാർച്ചൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടീമിൽ നിന്നുകൊണ്ട് മാർച്ച് ചെയ്യാൻ, ടീമിൽ നിന്നിട്ട് പ്രവർത്തിക്കാൻ, കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒക്കെ കുട്ടികളെ പ്രേരിപ്പിക്കുക, അതിനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ള ഇതാണ് നമ്മൾ ഈ പരേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഒരു കുട്ടി അവൻ 8ാം ക്ലാസ്സിൽ കയറുമ്പോഴേക്കും അവൻ്റെ 9ാം ക്ലാസ് കഴിയുന്ന സമയമാകുമ്പോഴേക്കും അവൻ ഓടുന്നതിനുള്ളൊരു കഴിവ്. കാരണം ഈ ഓടുക എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ്. കാരണം ക്രോസ് കൺട്രി റണ്ണിങ്ങിലൂടെ നമ്മൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 10 കിലോമീറ്ററും 15 കിലോമീറ്ററും ഓടാൻ പ്രാപ്തമാക്കുക എന്നുള്ളത്. ഓടുന്നത് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒന്ന് നമ്മളുടെ ശാരീരക്ഷമത വർദ്ധിപ്പിക്കുന്നതോടെ തന്നെ നമ്മളെ മടിയെ കോൺക്വർ ചെയ്യാനും കൂടി പറ്റും. ലോകത്തിലെ ഫേമസ് ആയിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫിലിം സ്റ്റാർ ഉണ്ട്, വിൽ സ്മിത്ത് പറഞ്ഞിരിക്കുന്നത് റണ്ണിങ് ആൻഡ് റീഡിങ് ക്യാൻ മേക്ക് യു സക്സസ് എന്നാണ്. കാരണം നല്ലപോലെ വായിക്കുകയും നല്ല ശാരീരിക പ്രവർത്തനം നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരുത്തൻ എന്തായിരിക്കും സക്സസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ എക്സസൈസിന് ഇതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്തത് ഈ ഇൻഡോറിലുള്ള ക്ലാസ്സുകളാണ്, ക്ലാസ് റൂമിലുള്ള. അതിൽ കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന അവരുടെ റെഗുലർ ക്ലാസ് റൂമിൽ കിട്ടാത്ത കാര്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചിട്ടും ഭരണഘടനയുടെ തത്വങ്ങളെക്കുറിച്ചിട്ടും, അതേമാതിരി അവരുടെ വ്യക്തിവികാസത്തിന് ആവശ്യമായിരിക്കുന്ന മോഡ്യൂളുകളും, അങ്ങനെ അവരുടെ സമയനിഷ്ഠതയെക്കുറിച്ചിട്ടും, അതേപോലെ ഈ അവർക്ക് ഗോൾ സെറ്റിങ്ങിന്, അതായത് അവർക്കൊരു ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുമൊക്കെയുള്ള ക്ലാസ്സുകളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഈ ക്ലാസ് റൂമിലുള്ള പരിശീലനം. ഇത് വേറെ ഒന്നുള്ളത് ഫീൽഡ് വിസിറ്റാണ്. അപ്പം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഊഹാപോഹത്തിൻ്റെ മുകളിലാണ് ജീവിതത്തെ കാണുന്നത്. ഡയറക്റ്റ് എക്സ്പീരിയൻസ് കുറച്ച് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത്, അത് അവർ നിത്യത്തിൽ നമ്മൾ ഇടപഴകാൻ സാധ്യതയുള്ള സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അതിലൊന്നാണ് നിയമവുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസ് സ്റ്റേഷൻ, കോടതികൾ, ജയിലുകൾ, അതുപോലെ തന്നെ ഈ നിയമസഭാ മന്ദിരങ്ങൾ, നിയമനിർമ്മാണം നടത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും നാഷണൽ ഇമ്പോർട്ടൻസ് ആയ മറ്റ് സ്ഥലങ്ങളും കാണിക്കുന്നതാണ്. ഇതിലൊരു ഉദാഹരണം ഞാൻ മാത്രം, ഈ ജയിലിലേക്കുള്ള സന്ദർശനം. ഈ ജയിലിലേക്കുള്ള എന്തുകൊണ്ടാണ് ജയിലിലേക്ക് സന്ദർശിക്കുന്നത്? ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയെ ജയിലിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്നുള്ള ഏക വ്യത്യാസം, അവൻ പുറത്തോട്ട് കടക്കുന്നതിന് മുമ്പ് അഴിച്ചു വെക്കുന്ന ഒരു സാധനമുണ്ട്. അത് അവൻ്റെ ഡ്രസ്സ് മാത്രമല്ല, അവൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണ്. ജയിലിൻ്റെ അകത്താകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ സ്വാതന്ത്ര്യം എടുത്തു കളയുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞാൽ ഉണ്ടാകുന്ന ദുരവസ്ഥ എന്തെന്ന് ഒരു കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ജയിൽ വിസിറ്റിലൂടെ കാണിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം എടുത്തു കളയേണ്ടുന്ന അവസ്ഥ അവനുണ്ടാകാതിരിക്കാനും, അവൻ്റെ സഹപാഠികൾക്കോ അവൻ്റെ മറ്റു കൂട്ടുകാർക്കോ ഉണ്ടാകാതിരിക്കാനും അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് കൂടി ഈ ജയിൽ വിസിറ്റുണ്ട്. അത്തരത്തിലാണ് ഓരോരോ വിസിറ്റുകളെ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതാണ് ഞാൻ നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിറ്റി സർവീസസ് എന്ന് പറയുന്നത്. അത് ഈ കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലെ തന്നെ കുട്ടികളിലുള്ള മൂല്യബോധം വളർത്തിയെടുക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ള. ഇതോട് കൂടാതെ തന്നെ ഈ കുട്ടികൾക്ക് ഓണം വെക്കേഷനിലും ക്രിസ്മസ് വെക്കേഷനിലും പിന്നെ ഈ സമ്മർ വെക്കേഷനിലും ഒക്കെ തന്നെ ഈ വെക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ അവർ ഏറ്റവും പ്രമുഖരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും നേതാക്കന്മാരെയും പരിചയപ്പെടുന്നതിനുള്ള അവസരമുണ്ട്. ഒരുപക്ഷെ ഒരു അപൂർവ ഭാഗ്യമാണതെന്ന്. ഓരോരോ സമ്മർ ക്യാമ്പ് കഴിയുമ്പോഴും കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാരും അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നിരവധി മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരും കുട്ടികളുമായിട്ട് നേരിട്ട് ഇടപഴകുന്നതും കുട്ടികൾക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അവരോട് ഇങ്ങോട്ടും മറുപടി കേൾക്കാനും ഒക്കെ ഉള്ള അവസരം. അതുകൂടാതെ ഏകദേശം 50-60ഓളം IAS IPS ഉദ്യോഗസ്ഥന്മാർ ഈ വർഷം തന്നെ കുട്ടികളെ പല രീതിയിൽ ഇടപഴകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പക്ഷേ ജീവിതത്തിൽ കിട്ടാവുന്ന, ഇപ്പം ഞങ്ങൾ IAS IPS ഉദ്യോഗസ്ഥന്മാരെ വന്നിരിക്കുന്ന ആളുകൾ പോലും ഇത്രയും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ IPS IAS ഈ സീനിയർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കാണുന്നത് സർവീസിൽ വന്നതിൻ്റെ ശേഷമാണ്. ഇതൊരു അപൂർവമായ കാര്യം. അതൊരു പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ, അവൻ എങ്ങോട്ട് പോകണം, അവൻ എന്തായിത്തീരണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടും ഒരു സ്വപ്നം കെട്ടിപ്പടുക്കുന്നതിനൊക്കെയുള്ള ഒരു അവസരമായിരിക്കും കിട്ടുന്നത്. സർ, നമുക്കൊരു പദ്ധതി നടപ്പിലാക്കാൻ ധാരാളം ചിലവുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്നൊന്ന് പറയാം? ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അനുസരിച്ച് തന്നെ ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും
അതിൻ്റെ ഫണ്ടിൻ്റെ പ്രധാന പങ്കും നൽകുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ഫണ്ട് മറ്റ് അതുകൂടാതെ അതാത് PTIയുടെ ഫണ്ടിൽ നിന്നും അതുപോലെ അവിടുത്തെ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും ധനം സമാഹരിക്കാവുന്നതാണ്. ഇത് ഈ അൺഎയ്ഡഡ് ആയിരിക്കുന്ന സർക്കാർ ധനസഹായം കിട്ടാത്ത സ്കൂളുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ സ്വന്തം ചെലവിൽ നടപ്പിലാക്കേണ്ടതാണ്. ഇതിൻ്റെ ചെലവുകൾ വളരെ വിപുലമായിരിക്കുന്ന ചെലവുകളൊന്നുള്ള ഒരു പദ്ധതിയല്ലത്. ഒന്ന്, കുട്ടികൾക്ക് യൂണിഫോം വേണം. യൂണിഫോം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിന് വളരെ അനിവാര്യമാണ്. രണ്ടാമത്തത്, അവർ PT ഈ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിന് അതിന് ആവശ്യമായിരിക്കുന്ന ഡ്രസ്സ് വേണം, ഒരു ഷൂ വേണം. പിന്നീട് ഇവിടെ ചെലവുകളെന്ന് പറയുന്നത് ഇവർ ക്ലാസ് നടക്കുന്ന സമയത്ത് ഇവർക്ക് തന്നെ ആവശ്യമായിരിക്കുന്ന റിഫ്രഷ്മെൻറ്റിനുള്ള, അതായത് ലഘു ഭക്ഷണം നൽകുന്നതിന് ആവശ്യമായിരിക്കുന്ന ചെലവുകളാണ്. ഇത്രയും ചെലവുകളാണ് ഇതിന് വേണ്ടത്. ഈ ബാക്കിയുള്ള എല്ലാ സർവീസസും തന്നെ അവിടെ വരുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർവീസാണ് അവർ ചെയ്യുന്നത്. അവരുടെ റെഗുലർ ക്ലാസ്സിന് കൂടാതെ ചെയ്യുന്ന വർക്കുകളാണിത്. അതേമാതിരി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്ഷേ നൈറ്റ് പെട്രോളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുന്ന സമയമാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. ബാക്കി ആരും തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് പ്രതിഫലം പറ്റാൻ വേണ്ടി നോക്കിയിട്ടല്ല അത് ചെയ്യുന്നത്. മറിച്ച് അവരുടെ ഒരു സേവനത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ ഉള്ള കടപ്പാടും ഈ യുവത്വത്തിനെ വികസിപ്പിച്ചെടുക്കുന്നതിലുള്ള അവരുടെ ഒരു സംഭാവനയായിട്ടാണ് ഇതിനെ കാണുന്നത്. ആരംഭത്തിലുള്ള തീക്ഷ്ണത പലപ്പോഴും ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കാണാറില്ല. നമ്മുടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റിന് നല്ലൊരു കെട്ടുറപ്പുള്ള ഭരണ സംവിധാനം ഉണ്ടോ? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി പ്രഥമഘട്ടത്തിൽ തന്നെ കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനവുമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിന് സംസ്ഥാന തലത്തിൽ ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. എല്ലാ പോളിസി ഡിസിഷനും എടുക്കുന്നത് അവിടെ നിന്നാണ്. ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് അഡ്വൈസറി കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ സ്റ്റേറ്റ് പോലീസ് ചീഫാണ്, സംസ്ഥാന പോലീസ് അധികാരിയാണ്. അതിൻ്റെ കൺവീനർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ്. പിന്നീട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും, അതായത് ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, ട്രാൻസ്പോർട്ട്, മറ്റേ എക്സൈസ്, ഇതിൻ്റെ എല്ലാം പഞ്ചായത്ത്, ഇതിൻ്റെ എല്ലാം NSSൻ്റെയും ഒക്കെ NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ എല്ലാം ഉന്നത അധികാരികൾ, അതായത് സ്റ്റേറ്റ് ഹെഡ് ഇതിൻ്റെ മെമ്പർമാരാണ്. ആ കമ്മിറ്റിയാണ് ഇതിൻ്റെ തീരുമാനങ്ങൾ. ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ കലക്ടർ പേട്രണും രക്ഷാധികാരിയും ജില്ലാ പോലീസ് സൂപ്രണ്ട് ചെയർമാനുമായിരിക്കുന്ന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ജില്ലാതല ഓഫീസർമാർ മെമ്പർമാരായിക്കൊണ്ടുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ വിദ്യാലയത്തിൻ്റെ തലത്തിൽ താഴെയുള്ള ലോവർ യൂണിറ്റിൽ ഇതിന് വേണ്ടുന്ന ഒരു സ്കൂൾ ലെവൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അവിടുത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ തന്നെയാണ് ഇതിൻ്റെ ചെയർമാൻ. പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം CI കൺവീനറും ബാക്കി അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡുകൾ, ലോക്കൽ ലെവൽ ഹെഡുകൾ ഇതിൻ്റെ മെമ്പർമാരുമാണ്. ഇത് കൂടാതെ ഇതിന് സംസ്ഥാന തലത്തിൽ ഒരു സ്റ്റേറ്റ് നോഡൽ ഓഫീസറുണ്ട്, ഒരു സെക്രട്ടേറിയറ്റ് ഇതിനു വേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ, ഒരു അഡീഷണൽ നോഡൽ ഓഫീസർ ഉണ്ട്. ഇതിന് റേഞ്ച് ലെവലായിരിക്കുന്ന SP റാങ്ക് ഓഫീസർമാർ ഇതിൻ്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്. പിന്നെ ഒരു ഓരോരോ സർക്കിൾ ലെവലിൽ ഓരോരോ വിദ്യാലയത്തിൻ്റെയും പരിധിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാർ ആണ് ഇതിൻ്റെ പോലീസ് സ്റ്റുഡൻറ്റ് ലൈസൺ ഓഫീസർമാരായിട്ട് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ CPO എന്ന് പറയുന്നത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 2 അധ്യാപകന്മാർ ഇതിൻ്റെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായിട്ടുണ്ട്. അവർക്ക് സബ് ഇൻസ്പെക്ടറുടെ ഹോണററി റാങ്ക് നൽകിയിട്ടുണ്ട്. അതായത് ടീച്ചർമാരാണെങ്കിലും അവരെല്ലാം യൂണിഫോം ഇട്ടിരിക്കുന്ന സബ് ഇൻസ്പെക്ടറുടെ റാങ്ക് നൽകിയിരിക്കുന്ന ആളുകളാണ്. പിന്നീട് ഇതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും എക്സിക്യൂഷൻ സിസ്റ്റവും ഈ പദ്ധതിക്കുണ്ട്. സർ, ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് 2 വർഷം ആകുന്നുവെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ 2 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനായിട്ട് എന്തെങ്കിലും പഠനങ്ങൾ നടന്നിട്ടുണ്ടോ? ഇത് സ്കൂളുകളിൽ എന്ത് ഇമ്പാക്റ്റാണ് അതുണ്ടാക്കിയിട്ടുള്ളത്? അധ്യാപകരിലും വിദ്യാർത്ഥികളിലും സമൂഹത്തിലുമൊക്കെ എന്ത് ഇമ്പാക്റ്റാണ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു 2 വർഷം കൊണ്ട് ഇതിൻ്റെ വിജയപരാജയങ്ങളെ പൂർണ്ണമായും വിലയിരുത്താൻ പറ്റില്ല. കാരണം ഒരു ജനറേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി. ഒരു ജനറേഷനെ വികസിപ്പിച്ചെടുക്കുക. എന്നിരുന്നാലും നമ്മൾ ഇവിടെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ നടത്തിപ്പുകാരതിനെ നടത്തിയിരിക്കുന്ന സ്റ്റഡിയും,
പിന്നീട് സിമാറ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നടത്തിയിരിക്കുന്ന ഒരു സ്റ്റഡി ഉണ്ട്. ഇത് രണ്ടും കാണിക്കുന്നത് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി കാര്യമായിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. വിദ്യാർത്ഥികളിൽ നല്ലൊരു അച്ചടക്കം, നല്ലൊരു രീതിയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം വളർത്തിയെടുക്കുന്നതിൽ ഒരു പരിധി വരെ ഇത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വളരെ ഒരു ഞങ്ങൾക്ക് ടച്ചിങ് ആയി തോന്നിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടി അവൻ്റെ ഫീഡ്ബാക്കിൽ എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ ഉമ്മ വലിയുമ്മനോട് പറയുന്നത് കേട്ടു, ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി ചേർന്നതിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന്. അതായത് അങ്ങനെ കുട്ടികളെ ഇപ്പം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് ചേർക്കാൻ താല്പര്യം കാണിക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ കുട്ടികളിലുണ്ടായ പെരുമാറ്റത്തിലുള്ള മാറ്റം, ചില നല്ല ഒരു അക്കാഡമിക് പെർഫോമൻസ് കുട്ടികളിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഫുൾ A+ കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം 255ഓളം കുട്ടികൾക്ക് ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലൂടെ വന്നിട്ട് ഇപ്രാവശ്യം അവിടെ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. നിരവധി കുട്ടികളിൽ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റിലും നാഷണൽ ലെവലിലുള്ള പല ഈവൻറ്റുകളിലും ചില നാഷണൽ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിലെ ഒരു പയ്യൻ ഗോൾഡ് മെഡൽ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ നിരവധി കോമ്പറ്റീഷനുകളിൽ കുട്ടികൾ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്ന ഘട്ടത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ഇമ്പാക്റ്റ് വിദ്യാർത്ഥികൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു പരിശീലന പദ്ധതി നടപ്പിലാക്കി വരികയാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ രക്ഷിതാക്കളിൽ ഈ ബഹുമാനപ്പെട്ട കേരള അഗ്രികൾച്ചർ വകുപ്പ് മന്ത്രി ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സാമാന്യം അടിപിടിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ കുറച്ച് കാലമായിട്ട് പുറത്തൊന്നും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം വഴിയിൽ വെച്ചിട്ട് ഒരു ദിവസം ഈ അദ്ദേഹത്തിനെ കണ്ടപ്പം ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ് കാണാറില്ലല്ലോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ മകള് ഒരു വിദ്യാർത്ഥി പോലീസ് ചേർന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ജോലിക്ക് രക്ഷിതാക്കളുടെ ഇടയിൽ ഒരു കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ശരിയും തെറ്റെന്നൊക്കെ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ചില വീടുകളിൽ മദ്യപിച്ചിട്ടൊക്കെ പഠിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും അവർക്ക് ഇപ്പം ഡ്രിൽ ഇൻസ്ട്രക്ടറുമായിട്ട് നല്ല പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ വിളിച്ച് പറയും ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബേസിൽ ഒരു അച്ചടക്കം. പിന്നെ ഇതൊന്നും കൂടാതെ നിയമം അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഒരു ഡിസിപ്ലിൻഡ് ബിഹേവിയറിൻ്റെ ആവശ്യകത എന്തെന്നൊക്കെ കുട്ടികൾ അച്ഛനമ്മമാരെ പറഞ്ഞു വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് അതൊരു പക്ഷേ ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു ചെയ്യും. അതേപോലെ തന്നെയാണ് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ പലപ്പോഴും തന്നെ പഠിപ്പിക്കേണ്ട ക്ലാസ്സുകൾ എടുക്കുന്നതിൻ്റെ വ്യഗ്രതയിലും സിലബസ് തീർക്കാനുള്ള വ്യഗ്രതയിൽ കുട്ടികളുടെ മനസ്സോ കുട്ടികളുടെ ആവശ്യകതയോ അറിയാൻ ഒരു പക്ഷേ അവർക്ക് പറ്റാറില്ല. ഇപ്പോൾ ഈ കുട്ടികളുടെ ഞങ്ങളുടെ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള റെസ്പോൺസ്, അതായത് എസ്പെഷ്യലി ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിരുന്ന ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള റെസ്പോൺസ് തന്നെ വളരെ പോസിറ്റീവാണ്. ഞങ്ങളുടെ ചില ക്യാമ്പുകളൊക്കെ പോലീസ് ക്യാമ്പുകൾ പോലെയാണ് സംഘടിപ്പിക്കുക. പോലീസ് ക്യാമ്പുകളായിട്ടാണ് 15 ദിവസം 20 ദിവസങ്ങളിലെ ക്യാമ്പുകളിൽ ഈ ടീച്ചർമാർ രാവിലെ 5 മണി തൊട്ടിട്ട് രാത്രി 11 മണി വരെയുള്ള ഈ പരിപാടികൾ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കും. ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ്, കുട്ടികളുടെ വികസനം കുറച്ചും കൂടി ഹോളിസ്റ്റിക് ആയിരിക്കണം, സമ്പൂർണ്ണമായ രീതിയിൽ നടത്തണമെന്നുള്ളൊരു ചിന്ത ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോലീസിലും ഉണ്ടായിട്ടുണ്ട്. പോലീസ് കുട്ടികളുമായി ഇടപഴകാൻ തുടങ്ങിയപ്പം ഇതുമായി ഇടപഴകുന്ന കുട്ടികളുടെ പോലീസുകാരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അവരുടെ പലപ്പോഴും തന്നെ ഒരു മെൻറ്റർഷിപ്പ്, കുട്ടികളെ ഞങ്ങൾ അവരുടെ ഒരു മെൻറ്ററാണെന്നും അവരൊരു മോഡലായിട്ട് ജീവിക്കണമെന്നും കരുതുന്ന പോലീസുകാർ പറഞ്ഞു. ഞങ്ങളുടെ ആലപ്പുഴയിലുള്ള അഗസ്റ്റിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡ്രിൽ ഇൻസ്ട്രക്ടർ, അദ്ദേഹം രാവിലെ 5 മണിക്ക് കുട്ടികളെ വിളിച്ചുണർത്തും, ഫോണിൽ വിളിച്ചുണർത്തുമെന്നാണ് പറഞ്ഞത്, എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. കുട്ടികൾക്ക് അപ്പോൾ അദ്ദേഹം ഒരു മെൻറ്ററായി മാറിയിരിക്കാം. ഒരു ഡ്രിൽ ഇൻസ്ട്രക്ടറോട് ഒരു ദിവസം പറയണ്ടായി, പുള്ളിക്ക് പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടായി. അപ്പോൾ ആദ്യമൊക്കെ SPC ക്യാമ്പിലൊക്കെ പോകുന്നതുകൊണ്ട് പുറത്ത് പുകവലിച്ചാൽ മോശമല്ലേ, കാരണം കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇത് ചെയ്തതാണ്. പിന്നീട് ഈ സഹി കെട്ട് പുള്ളി പുകവലി നിർത്തിയതാണ് പറഞ്ഞത്. അത് ഒരു കുട്ടികൾക്ക് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ഒരു ഫ്യൂച്ചർ ജനറേഷനെ വികസിപ്പിച്ചെടുക്കുന്നതിൽ നമ്മൾക്കും ഒരു റോൾ മോഡൽ ആകേണ്ടതുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ പോലീസിൻ്റെ ഇടയിലുമാണ് ഇതുമായി ഇടപഴകിയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്നതിന് പ്രഥമ ഘട്ടത്തിൽ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സർ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും പങ്കെന്താണ്? ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കും. അതായത് ഇതൊരു രാജ്യത്തിൻ്റെ ഭാവി പൗരന്മാരെ വികസിപ്പിച്ചെടുക്കുന്നതാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഭാരതത്തിന് ഒരുപാട് പൊട്ടൻഷ്യലുള്ള, പണ്ടും ലോകത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മളെ അന്വേഷിച്ച് നമ്മളുമായിട്ട് എങ്ങനെയെങ്കിലും കച്ചവട ബന്ധം സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞ് വിദേശികൾ ഒരുപാട് ത്യാഗം സഹായിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. ഈ ഭാരതം എന്ന് പറയുന്നത് അവർക്കൊക്കെ വലിയ ഒരു സോട്ട് ആഫ്റ്റർ ആയിരിക്കുന്ന അവരൊക്കെ ഏറ്റവും എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. പലതുകൊണ്ടും ഒരുപാട് മാതൃകകൾ ലോകത്തിന് കാണിച്ചുകൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇന്നും നമ്മൾക്ക് ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. 2030 ആകുമ്പോഴേക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം മാത്രമല്ല, ഏറ്റവും കൂടുതൽ യുവതീ യുവാക്കളുള്ള രാജ്യവും ഇന്ത്യ ആയിരിക്കും. 90 കോടിയോളം യുവതീ